ഹായ് എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നേ ഞാൻ നിങ്ങളൊരു പുതിയൊരു സാധനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചതുമാണ്, കണ്ടിട്ടുണ്ട് എവിടേക്കോ, പക്ഷെ ഞാൻ കഴിച്ചത് ആദ്യമായിട്ട് ഈ ദിവസങ്ങളിലാണ്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന്. കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കഴിച്ചതുകൊണ്ട് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്നത് ഇത് കാക്ടസ് ഫ്രൂട്ടാണ്. ഈ കാക്ടസ് ഫ്രൂട്ട് ഞാൻ വേറെ ടൈപ്പിൽ നമ്മുടെ പിങ്ക് കളർ യെല്ലോ കളറൊക്കെ ഔട്ടറിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. ഇതിനൊരു തോണുണ്ട്, കൈൻഡ് ഓഫ് തോണുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പം ഞാനിതൊന്ന് തുറന്നിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇത് കാക്ടസ് ഫ്രൂട്ട് തന്നെ പറയണേ, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രിക്ലി പെയർ എന്നും പറയും കേട്ടോ. പക്ഷെ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ഇതിനകത്ത് കുറേ ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻ സിയും എസെൻഷ്യൽ ആയിട്ടുള്ള മെഗ്നീഷ്യം, പൊട്ടാസ്യം, അങ്ങനെ കുറേ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻഫ്ലമേഷനും ഹാർട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാ പറയണേ. എന്താ പറയാ, ഡൈജഷനും എല്ലാം നല്ലതാണ്. ഇത് കണ്ടോ, ഞാൻ പൊളിച്ചു കേട്ടോ. ഇത് കണ്ടോ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. ഇതൊക്കെ എൻ്റെ ഉള്ളിലേ കത്തി താഴെ വെക്കട്ടെ. ഇത് ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമേ, ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുക്കളുണ്ട്. ഇറ്റ് ഈസ് റിയലി ഹാർഡ്. നമ്മൾക്ക് ഇങ്ങനെ കടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് എൻ്റെ ഓഫീസിൽ ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചാണ്. അപ്പം ഒരു കോളിക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് ഇത് കടിച്ച് പൊട്ടിക്കാൻ പാടില്ലെന്ന് പറയണേ. നമ്മൾ സോളോ ചെയ്യണമെന്ന് പറയണേ. വെരി ഗുഡ്, സോ സ്വീറ്റ്. അങ്ങനെ സോ സ്വീറ്റ് അല്ല, ഇറ്റ് ഈസ് റിയലി സ്വീറ്റ്. നമ്മുടെ കാക്ടസിൻ്റെ മാതിരി തന്നെ ടേസ്റ്റ് ഗുഡ്. എനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ചു ഇതിന് വാങ്ങിക്കാന്ന്. അപ്പം നിങ്ങളൊക്കെ ഇത് അറിയോ? നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറയണം കേട്ടോ, നിങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലേ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതും കാണുന്നതും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഇത് കട്ട് ചെയ്യണത് കണ്ടോ. ഇങ്ങനെ അവർ എൻ്റെ ഓഫീസിലെ കോളിക്ക് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്ന്. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ പൊളിക്കാം. ലുക്ക് അറ്റ് ദാറ്റ്. ഇത് നല്ല റെഡ് കളറിലിരിക്കുന്നത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? വാവ്, ഇറ്റ്സ് മൈ ഫേവറേറ്റ് കളർ ടു. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കണേ. അതിങ്ങനെ കട്ട് ചെയ്യുമേ. സി, നല്ല രസമല്ലേ? അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. ഇന്ന് ഞാൻ അപ്പോൾ ഇത് പൊട്ടിച്ചപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മേടിക്കുക, നല്ല സാധനമാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ ഒരു കാക്ടസിൻ്റെ ട്രീ ഉണ്ടായിരുന്നു ഇതേമാതിരി. അപ്പോൾ ആ കാക്ടസ് ട്രീയിൽ ഈ കായ ഉണ്ടായിട്ടുണ്ട്. പൂത്ത് കഴിയുമ്പോൾ ഇത് കായ വരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തിന്നാൻ കൊള്ളില്ലാത്ത സാധനമായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പം എത്ര വർഷമായി, ഞാനിവിടെ കാനഡയിൽ ഓവർ 25 ഇയേഴ്സിൽ കൂടുതലായി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ അറിയണത്. കണ്ടോ, അപ്പം ഞാൻ വിചാരിച്ചു അന്നത്തെ ഒരു മെമ്മറീസും കൂടെ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ഇത്രയും ഒരു ഇത്. എൻ്റെ പച്ചക്കറിത്തോട്ടമല്ല, എൻ്റെ ഗാർഡനിൽ ഒരെണ്ണം ഞാനിങ്ങനെ നട്ടതാണ്. കുറച്ച് കാക്ടസ് ഒരു ടൈമിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാനിങ്ങനെ നട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശേഷം എന്താണെന്ന് ഒന്ന് പറയണം. ഓൾറൈറ്റ്, സോ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും കേട്ടോ.